നമസ്കാരം. വീഴ്ചകൾ എണ്ണി പറഞ്ഞ CPM രേഖ എന്തുകൊണ്ട് തോറ്റു എന്നതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി. സമാനതകളില്ലാത്ത വലിയ തിരിച്ചടി, എല്ലാം വ്യക്തികേന്ദ്രീകൃതം, പാർട്ടിയെ നോക്കുകുത്തിയാക്കി, അധികാരത്തിൽ മതിമറന്നു, ആഡംബര ജീവിതം ജനങ്ങളിൽ നിന്നകന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ എങ്ങനെ ആകരുതെന്ന് വിമർശനങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ടിൽ. ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ കുറ്റപത്രത്തിൽ കുറ്റസമ്മതം. ഇനി CPM എങ്ങനെ തിരുത്തും? സമഗ്രമായി കാണാം ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. CJP പ്രതിഷേധത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമെന്ന് സുപ്രീം കോടതി. അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും മോചിപ്പിക്കാൻ നിർദ്ദേശം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് എതിരെ നടപടി തുടരാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. CJP സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർ പങ്കെടുത്തെന്ന് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡംഗം A അജികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് SIT. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് PS പ്രശാന്ത്. ശബരിമല നെയ്യഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള വിൽപ്പനയിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടി ക്രമങ്ങൾ ഇരുട്ടിലെന്ന് ഹൈക്കോടതി. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവും ഭരണവിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. പിണറായിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം തിരിച്ചടിയായെന്ന റിപ്പോർട്ടിൽ വ്യക്തിപരമായി ആർക്കും വീഴ്ചയില്ലെന്നും നേതൃത്വത്തിന് ഒരുമിച്ചാണ് ഉത്തരവാദിത്തമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ADGP MR അജിത് കുമാറിന് തിരിച്ചടി. അജിത് കുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാതെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അടിയന്തര സ്റ്റേ നൽകാനാകില്ലെന്ന് CIT. ഹർജി അടുത്ത മാസം 20-ന് വീണ്ടും പരിഗണിക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും അമേരിക്കയിൽ. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച നടത്തി ട്രംപ്. നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച തുടരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിർണായക തീരുമാനമുണ്ടായേക്കും. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. ഇന്ന് പിടിയിലായത് പേരാമ്പ്ര BRCയിലെ അധ്യാപിക നീഷ്മയും ഇരട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസും. നീഷ്മയ്ക്ക് ലഹരി സംഘങ്ങളിൽ നിന്ന് പണം ലഭിച്ചതിന് തെളിവ്. പിടിയിലായ അധ്യാപകമാർ ലഹരി ഉപയോഗിക്കുന്നവരെന്നും വലിയ റാക്കറ്റിന്റെ ഭാഗമെന്നും പോലീസ്. പോലീസ് മർദ്ദന ആരോപണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചതിന് പിന്നാലെ കുണ്ടറ സ്വദേശി സിയാദ് മരിച്ചതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. മരണം ഹെപ്പറ്റൈറ്റിസ് ബാധ മൂലമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി. CBI അന്വേഷണം നടത്തണമെന്ന് CPM. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ. വനിതകളുടെ സീറ്റഡ് ഷോട്ട് പുട്ടിൽ ശർമിള ധങ്കറിന് സ്വർണം. ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രവീന്ദ്ര ജഡേജയും പുതുമുഖം സരാൻഷ് ജെയിനും ടീമിൽ. ഫ്രാൻസ് ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി സിനദിൻ സിദാൻ. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിലെ 18 സർക്കാർ സ്കൂളുകളിലേക്കുള്ള ലാപ്ടോപ്പുകൾ നൽകേണ്ട പദ്ധതി നടപ്പായില്ല. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 43 ലക്ഷം രൂപ വിനിയോഗിക്കാതെ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അനാസ്ഥയെന്ന് ഉദുമ MLA K നീലകണ്ഠൻ. സ്റ്റോറി ഓഫ് ദി ഡേ: പരിസ്ഥിതി സ്നേഹ പകിട്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലെ സംഘർഷത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്ന് സുപ്രീം കോടതി. വിഷയത്തിൽ അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും മോചിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കുമെതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി.
നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരത്തിലുണ്ടായ സംഘർഷങ്ങളിൽ സ്വതന്ത്രാന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെയും കൂടാതെ സമരം നടന്ന സംസ്ഥാനങ്ങളുടെയും വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനാണ് തീരുമാനം. സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയും വിട്ടയക്കണമെന്നും നിയമ നടപടി പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. എന്നാൽ സാമൂഹിക വിരുദ്ധ ശക്തികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും എതിരെ നടപടി തുടരാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയമം കയ്യിലെടുക്കുകയും അതിക്രമങ്ങൾ നടത്തുകയും ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സമരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടായെന്നും ലൈംഗികമായി ഉപദ്രവിച്ചെന്നും പരാതിയുണ്ടെന്നും പോലീസിന് നേരെ അക്രമം നടന്നതായും കോടതി നിരീക്ഷിച്ചു. കേരളം, ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയിൽ പിന്തുണച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നും സമരത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വരെ അക്രമമുണ്ടായിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തതിൽ വിശദമായ റിപ്പോർട്ട് നൽകി ഡൽഹി പോലീസ്. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ കൊലപാതക കേസ് ഉൾപ്പെടെ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേരുടെ സാന്നിധ്യം കണ്ടെത്തി. പാർലമെന്റ് മാർച്ചിലും ക്രിമിനലുകൾ പങ്കെടുത്തതായി ഡൽഹി പോലീസ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിലുണ്ടായ സംഘർഷം പാർലമെന്റിലും സുപ്രീം കോടതിയിലും വരെ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് പാറ്റാ സമരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പങ്കെടുത്തത് ദൃശ്യങ്ങൾ സഹിതം ഡൽഹി പോലീസ് റിപ്പോർട്ട് നൽകിയത്. 20-ാം തീയതി പാർലമെന്റ് മാർച്ചിനിടെയുണ്ടായ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മുൻപ് കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട 101 പേരെ തിരിച്ചറിഞ്ഞു. കൊള്ള, പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെട്ട 284 പേരും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ 92 പേരും പാർലമെന്റ് മാർച്ചിലുണ്ടായിരുന്നു. അനിശ്ചിതകാല സമരം നടന്ന ജന്തർ മന്ദിറിലെ സമരവേദിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേരുടെ സാന്നിധ്യം കണ്ടെത്തി. ഡൽഹി പോലീസിന്റെ AI അധിഷ്ഠിത ഫേസ് റെക്കഗ്നൈസിംഗ് സിസ്റ്റം വഴിയാണ് ഇത്രയും പേരെ തിരിച്ചറിഞ്ഞത്. കൊലപാതകം, പോക്സോ കേസ്, മോഷണം, പിടിച്ചുപറി തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണെത്തിയത്. സമരവേദിയിലെത്തിയ 2873 ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളിൽ മുൻപ് ആയുധ നിയമപ്രകാരം കേസെടുത്ത 229 പേരുണ്ടായിരുന്നതായും ഡൽഹി പോലീസ് വ്യക്തമാക്കി. പോലീസിനെ ആക്രമിക്കുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് 2873 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ശക്തമായ വാദപ്രതിവാദവുമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. ബില്ലിന്റെ പ്രാധാന്യം അവഗണിച്ച് പ്രതിപക്ഷം ചർച്ചയിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു. പരീക്ഷാ ക്രമക്കേട് നടത്തുന്ന മാഫിയകളെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ വിമർശനം. ചർച്ചയ്ക്കിടയിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ പ്രിയങ്ക ഗാന്ധി നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപം സഭാരേഖകളിൽ നിന്നും നീക്കണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ലോക്സഭയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ്. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്രത്തോളം ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തിയത്? അമ്പലി, ലോക്സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 6 മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം നൽകിയിരുന്നത് എങ്കിൽ പോലും ചർച്ച നീണ്ടുപോകുന്നതിനനുസരിച്ച് സഭാ നടപടികളുടെ സമയം നീട്ടുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 11 മണി വരെ ഇപ്പോൾ സഭാ നടപടികൾ കൊണ്ടുപോകാൻ ചെയർ അനുവാദം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നുള്ള MP മിയാൻ അൽതാഫ് അഹമ്മദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കക്ഷികളുടെയും നേതാക്കൾക്ക് സംസാരിക്കാൻ കൃത്യമായിട്ടുള്ള സമയം അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഈ ചർച്ചയ്ക്കിടയിൽ അതിശക്തമായ വാദപ്രതിവാദമാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഈ ബില്ലിന്മേൽ മുൻപുണ്ടായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾ, അതായത് കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്ന പരീക്ഷാ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഭരണപക്ഷാംഗങ്ങൾ. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും കൂടാതെ MP-മാര് ബാൻസുരി സ്വരാജ് MP ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ അത്തരത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഒപ്പം നിലവിൽ കൊണ്ടുവരുന്ന
ബില്ല് രാജ്യത്ത് പരീക്ഷാ ക്രമക്കേടുകളിൽ അത് തടയുന്നതിനും ഒപ്പം അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ് എന്നും ഭരണപക്ഷം വിശദീകരിച്ചു. എന്നാൽ പ്രതിപക്ഷത്ത് നിന്ന് നിലവിലെ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. പരീക്ഷ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷാ ക്രമക്കേടുകൾ നടത്തുന്ന മാഫിയയെ നിലയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ സർക്കാരിന് സാധിക്കുന്നില്ല. പ്രധാനമന്ത്രിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ളത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചത്. അതിനിടെ ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൂടി ചുമതല ഇപ്പോഴുള്ള മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം പ്രിയങ്ക ഗാന്ധി ഉയർത്തി എന്ന് കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് പിൻവലിക്കണമെന്നും സഭാരേഖയിൽ ഉൾപ്പെടുത്തരുതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ പൊതു പരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ രാജ്യത്തുള്ള ഈ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കടുത്ത നടപടി വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. അതായത് 10 കോടി രൂപ വരെ പിഴയും 10 വർഷം വരെ തടവും ഈ പരീക്ഷാ ക്രമക്കേടുകളിൽ നൽകുന്നതാണ്. ഒപ്പം ഇത്തരത്തിലുള്ള പരീക്ഷകൾ കൂടുതൽ കുറ്റമറ്റതാക്കി നടത്തുന്നതിനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതിന്മേലുള്ള നിർണായക ചർച്ചയാണ് ലോക്സഭയിൽ 2 മണിക്ക് ആരംഭിച്ചത്. ഇപ്പോഴും തുടരുകയാണ്. ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് നിന്ന് ലോക്സഭ ഐക്യകണ്ഠേന ബില്ല് പാസ്സാക്കുമോ അതെല്ലാം പ്രതിപക്ഷം എതിർപ്പുന്നയിച്ച് നിലവിൽ ഈ ബില്ല് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അല്ലാത്തത് കൊണ്ട് തന്നെ സഭയിലെ ഭൂരിപക്ഷം മാത്രം മതി. 3/2 ഭൂരിപക്ഷത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ബില്ല് ഒറ്റയ്ക്ക് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ സഭയിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. അതല്ല, ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ മുഴുവൻ ആശങ്ക ഉന്നയിച്ച ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത്രയും രൂക്ഷമായ ചർച്ചകൾക്ക് ശേഷം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് ബില്ല് പാസ്സാക്കുമോ അതല്ല മറ്റേതെങ്കിലും ചർച്ചകളിലേക്കോ പാർലമെന്ററി കമ്മിറ്റികളിലേക്കോ ബില്ല് വിടാനുള്ള സാധ്യതയുണ്ടോ എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ 11 മണി വരെ കൂടി സഭാ നടപടികൾ നീട്ടിവെച്ചിട്ടുണ്ട്. ചർച്ച തുടരുകയാണ്. ഇപ്പോൾ NCP അംഗം സുനിൽ ദത്താത്രേയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലി. ശരി, പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ 6 മണിക്കൂർ ആയിരുന്നു ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ 11 മണിവരെ ചർച്ച നീണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷത്തു നിന്നും ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ലോക്സഭയിൽ നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് അംഗം A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. SP S ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് PS പ്രശാന്ത് ആവർത്തിച്ചു. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി PS പ്രശാന്തിനെയും A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും കൊല്ലം പോലീസ് ട്രെയിനിംഗ് സെന്ററിലെത്തിച്ച പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് തന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും പറഞ്ഞു. 2019 ശബരിമല സ്വർണ്ണ കവർച്ച മറച്ചുവെക്കാൻ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്ന് കേസിലെ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും അന്വേഷണ വൃത്തങ്ങൾ നൽകുന്നു. 2019 ദ്വാരപാലക ശില്പപ്പാളി കേസിലാണ് PS പ്രശാന്തിനെയും A അജികുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടില്ലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റ് മാത്രമാണെന്നും ഓർമ്മിപ്പിച്ച ഹൈക്കോടതി 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്നും നിർദ്ദേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ ദേവസ്വം ഭാരവാഹികൾ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് കോടതിയുടെ വിമർശനം. 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചക്കകം പുറത്തുവിടണമെന്നും ഇനി മുതൽ എല്ലാ മാസവും അഡ്മിനിസ്ട്രേറ്റർ കണക്ക് ഹാജരാക്കണമെന്നും ഓഡിറ്റ് ചെയ്യിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓഡിറ്റ് വിഭാഗം യൂസർ ഐഡിയും പാസ്വേഡും ചോദിച്ചപ്പോൾ അത് നൽകാതെ അഡ്മിനിസ്ട്രേറ്റർ ഓഡിറ്റർമാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്നാണ് മറ്റൊരാക്ഷേപം. പോലീസ് പരാതി തള്ളിയപ്പോൾ കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരിക്കുകയാണെന്നും ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാട്ടി. ദേവസ്വം സ്വത്ത് ദേവന്റേതാണെന്നും ഭരണപരമായ ട്രസ്റ്റ് മാത്രമാണ് മറ്റുള്ള സംവിധാനമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കണക്കിലെ ക്രമക്കേട് അനുവദിക്കാനാവില്ല.
കണക്കുകൾ ഇപ്പോഴും ഇരുട്ടിലാണെന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 രൂപയുടെ കണക്കാണെങ്കിലും അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും എല്ലാ മാസവും ഇത് തുടരണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല നെയ്യഭിഷേകത്തിന് മിൽമ യൂണിറ്റ് വഴിയുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേട് അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തൽ. മിൽമയുടെ 2 യൂണിറ്റുകളെ പ്രതിക്കൂട്ടിലാക്കിയാണ് ക്ഷീരവികസന ഡയറക്ടറുടെ റിപ്പോർട്ട്. ശബരിമലയിലേക്ക് നെയ്യ് നൽകുന്ന കടത്ത് കരാറിൽ ക്രമക്കേട് നടന്നെന്നാണ് ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇടപാടിൽ പ്രൊഡക്ഷൻ മാനേജർ അനധികൃതമായി ഇടപെട്ടു എന്ന് റിപ്പോർട്ട്. ശബരിമലയിലേക്ക് നെയ്യ് വിൽപ്പന നടത്തിയതിൽ ആസൂത്രണത്തോടെയുള്ള ക്രമക്കേട് നടന്നുവെന്നാണ് ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ടെൻഡർ ഒഴിവാക്കിയാണ് സീൽഡ് ടെൻഡർ കൊണ്ടുവന്നത്. ഇത് ക്രമക്കേട് നടത്താനായിരുന്നു. ഈ ടെൻഡർ ആവശ്യപ്പെട്ടതും ശുപാർശ ചെയ്തതും ഒരു ഉദ്യോഗസ്ഥനാണ്. പ്രൊഡക്ഷൻ മാനേജർ ഷൈൻ ജോസഫ് എന്ന ഉദ്യോഗസ്ഥനാണ് പത്തനംതിട്ട യൂണിറ്റ് ഹെഡും തിരുവനന്തപുരത്തെ മാനേജറും. ഈ ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ദുരൂഹമെന്ന് ക്ഷീരവകുപ്പ് ഡയറക്ടർ ചൂണ്ടിക്കാട്ടുന്നു. പത്തനംതിട്ട, തിരുവനന്തപുരം യൂണിറ്റുകൾ ക്രമക്കേടിന് കൂട്ടുനിന്നു. മിൽമയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തെ മറികടന്നാണ് കരാർ ഉണ്ടാക്കിയത്. 1 ടിൻ നെയ്യ് എത്തിക്കുന്നതിന് കരാറുകാരൻ കോട്ട് ചെയ്തത് വെറും 18 രൂപ മാത്രം. എന്നാൽ മറ്റു സ്ഥാപനങ്ങൾ 81 രൂപയും 48 രൂപയുമാണ് ഇതിനായി കോട്ട് ചെയ്തത്. കരാർ കമ്പനിക്ക് 1,65,000 ലിറ്റർ നെയ്യ് ഓർഡർ ലഭിച്ചുവെങ്കിലും വിതരണം ചെയ്തത് 1,56,010 ലിറ്ററാണ്. ഇതൊക്കെ ഗുരുതരമായ ക്രമക്കേടുകളാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചാരണത്തിന്റെ കുറവ് എന്നിവ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി എന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട്. പ്രചാരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചു തുടങ്ങിയ കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം വ്യക്തിപരമായി ആർക്കും വീഴ്ചയില്ലെന്നും നേതൃത്വത്തിന് ഒരുമിച്ചാണ് ഉത്തരവാദിത്തമെന്നും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ഘടകത്തിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ കാരണങ്ങൾ അവലോകനം ചെയ്തുള്ള CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അഴിമതിയും ധാർഷ്ട്യവും ആഡംബര ജീവിതവും പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തുവെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചു. ഭരണവിരുദ്ധ വികാരം അലയടിച്ചു. രാഷ്ട്രീയ പ്രചാരണത്തിന്റെ കുറവ് പ്രതിഫലിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചത് തിരിച്ചടിയായി മാറി. CPM അധികാരത്തിലുള്ള ഒരു സംസ്ഥാനം പോലും ഇല്ലാത്ത സാഹചര്യം 1977 ശേഷം ആദ്യമായാണ് സംഭവിച്ചത്. ഇത് അതീവ ഗൗരവത്തോടെ കാണണമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. എന്നാൽ വ്യക്തിപരമായ വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നും പരാജയമുണ്ടായത് പാർട്ടിക്ക് ആകെ സംഭവിച്ചതാണെന്നും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള തെറ്റുണ്ടായിട്ട് ഞാൻ സമ്മതിക്കേണ്ട കാര്യമില്ല. പാർട്ടി ആകെയാണ് തെറ്റുതിരുത്തൽ പ്രക്രിയയിൽ മുന്നോട്ടേക്ക് പോവുക. അല്ലാണ്ട് ഞാൻ ഒറ്റക്ക് തെറ്റുതിരുത്തേണ്ട പ്രക്രിയ ഞങ്ങളെല്ലാവരും, ഞാനത് നേരത്തെ പറഞ്ഞാണ്, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് എന്തൊക്കെ ശരിയും എന്തൊക്കെ തെറ്റുമാണോ ഉണ്ടായിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് തെറ്റെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് നമ്മൾ ചേരാൻ പോകുന്നത്. അത് കർമ്മ പദ്ധതിയാണ്. അത് അടിമുടി പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. BJP CPM ഡീൽ ആരോപണം ഫലപ്രദമായി തടയാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇതിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ LDFിൽ നിന്ന് അകലാൻ കാരണമായി. ആഗോള അയ്യപ്പ സംഗമം നടത്തിയതും യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതും പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ കാരണമായി എന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷനിൽ അടിയന്തര സ്റ്റേ നൽകാതെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. സസ്പെൻഷന് മതിയായ കാരണമുണ്ടെന്ന വിലയിരുത്തലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടപടി. DGP ആകാൻ MR അജിത് കുമാർ യോഗ്യനല്ലെന്ന് സർക്കാർ ട്രിബ്യൂണലിനെ അറിയിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്താൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ സർക്കാർ നൽകിയ സസ്പെൻഷൻ അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ADGP MR അജിത് കുമാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. എന്നാൽ ട്രിബ്യൂണൽ ഈ ആവശ്യം തള്ളി. DGP ആകാൻ അജിത് കുമാർ യോഗ്യനല്ലെന്നും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയാണെന്നുമുള്ള സർക്കാർ വാദം അംഗീകരിച്ചാണ് നടപടി. തന്റെ സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്നും അടിയന്തരമായി ഇത് സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് അജിത് കുമാർ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. എന്തിനു മർദ്ദനക്കേസിൽ ഇടപെട്ടു എന്നതിന് ക്രമസമാധാന ചുമതലയുടെ ഭാഗമായാണ് എന്നായിരുന്നു അജിത് കുമാറിന്റെ മറുപടി. എന്നാൽ കേസ് അട്ടിമറിക്കാനാണ് ഇടപെട്ടതെന്ന് സർക്കാർ അറിയിച്ചു. നാളെ മന്ത്രിസഭാ യോഗം സ്ഥാനക്കയറ്റ ലിസ്റ്റ് പരിഗണിക്കുമ്പോൾ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്നും അജിത് കുമാർ കോടതിയെ അറിയിച്ചു. സസ്പെൻഷൻ നടപടിക്രമങ്ങളിലെ വീഴ്ചയും ചൂണ്ടിക്കാട്ടി.
എന്നാൽ ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിലെ കേസിലെ ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന നിലപാടാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ട്രിബ്യൂണലിനെ അറിയിച്ചു. 3 മണിക്കൂറിലധികം നീണ്ട വിശദമായ വാദത്തിനൊടുവിലാണ് ജസ്റ്റിസ് ഹരിപാൽ അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ തള്ളിയത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം ബോധ്യപ്പെട്ടെന്നും സസ്പെൻഷൻ നടപടിക്ക് കാരണമുണ്ടെന്നും വിലയിരുത്തിയാണ് കോടതിയുടെ നടപടി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേസ് ഓഗസ്റ്റ് 20 മാറ്റി. അതേസമയം DGP-ആയി സ്ഥാനക്കയറ്റം നൽകാനായി അജിത് കുമാറിനെ ഒഴിവാക്കി 6 പേരുടെ ലിസ്റ്റ് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിർണായക കൂടിക്കാഴ്ചകളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും അമേരിക്കയിൽ. സെലൻസ്കിയുമായും നെതന്യാഹുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും യുക്രൈൻ യുദ്ധവും നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് കൂടിക്കാഴ്ചകൾ. ഇറാനുമായി സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്നതിൽ തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണെന്ന് ട്രംപ് വ്യക്തമാക്കി. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായാണ് ട്രംപ് ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതും തന്ത്രപ്രധാനമായ ഉഭയകക്ഷി സഹകരണവുമാണ് പ്രഥമ മുൻഗണനയെന്ന് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പാട്രിയറ്റ് മിസൈലുകൾ യുക്രൈനിൽ തന്നെ നിർമ്മിക്കാൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന്റെ ഉൽപ്പാദനം തുടങ്ങാൻ ചുരുങ്ങിയത് 1 വർഷമെങ്കിലും എടുക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. നിലവിൽ യുക്രൈനുള്ള പ്രതിരോധ സഹായങ്ങൾ വൈകുന്നതിലുള്ള ആശങ്കയും സെലൻസ്കി ട്രംപിനെ അറിയിച്ചു. അമേരിക്കൻ സെനറ്റിലെ മുഴുവൻ അംഗങ്ങളുമായും സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനുമായി വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളും ലബനൻ അതിർത്തിയിലെ കടുത്ത അസ്വസ്ഥതകളുമാണ് ചർച്ചയിലെ പ്രധാന അജണ്ട. ഇറാനുമായുള്ള യുദ്ധത്തിലേറെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച. യുക്രൈന്റെയും ഇസ്രായേലിന്റെയും അനുഭാവിയായിരുന്ന അന്തരിച്ച സെനറ്റർ ലിൻസി ഗ്രാമിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഇരു നേതാക്കളും എത്തിയത്. ട്രംപും ഇരു രാജ്യങ്ങളിലെ നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലും യുക്രൈൻ യുദ്ധത്തിലും വഴിത്തിരിവാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. വടകര MDMA കേസിൽ ഇന്ന് 2 പേർ പോലീസ് പിടിയിലായി. പേരാമ്പ്ര BRCക്ക് കീഴിലെ അധ്യാപിക നീഷ്മയാണ് പിടിയിലായ ഒരാൾ. നേരത്തെ പിടിയിലായ കീർത്തന, കാവ്യ എന്നിവർക്കൊപ്പം ലഹരി ഇടപാട് നടത്തിയ അധ്യാപികയാണ് ഇവർ. ഈ 3 അധ്യാപികമാരും ലഹരി മാഫിയ സംഘത്തിലെ കണ്ണികളായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 3 പേരും സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചു വന്നിരുന്നതായും പോലീസ് കണ്ടെത്തി. കോടതി റിമാൻഡ് ചെയ്ത നീഷ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നീഷ്മയ്ക്ക് പിന്നാലെ ഇരട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെയാണ് SIT കസ്റ്റഡിയിലെടുത്തത്. 1 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാടാണ് MDMAയുമായി ബന്ധപ്പെട്ട് ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഡെലിവറി ബോയിയായി ജോലി ചെയ്തു വരികയാണ് ഇയാൾ. അറസ്റ്റിലായ യുവതികളുമായി ഇയാൾ പണമിടപാട് നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. പേരാമ്പ്ര BRCയിലെ ട്രെയിനർ ആവള കുട്ടോത്ത് സ്വദേശിനി വലിയ പറമ്പിൽ നീഷ്മയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇവരെ BRCയിൽ നിന്നും പിരിച്ചുവിട്ടു. ലഹരി മാഫിയയുമായി പണമിടപാട് കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശി കൊല്ലനാരി കാവ്യ, മരുതോങ്കര സ്വദേശിനി കാഞ്ഞിരക്കുന്നുമൽ KC കീർത്തന എന്നിവരുടെ സുഹൃത്താണ് നീഷ്മ. 3 പേരും മയക്കുമരുന്ന് മാഫിയകളുടെ പ്രധാന കണ്ണികളും MDMA ഉപയോഗിക്കുന്നവരുമാണെന്ന് പോലീസ് പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. യുവതികൾക്ക് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി. ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ ചെന്നിത്തലയെ സ്വീകരിച്ചു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തിയപ്പോഴാണ് ചെന്നിത്തല അതിരൂപത ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയത്.
എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി വകുപ്പ് മന്ത്രി എം ലിജു. ഉദ്യോഗസ്ഥർ പാരിതോഷികം വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ബാറുകളിൽ പരിശോധനയ്ക്കെത്തുന്ന ചില എക്സൈസ് ഉദ്യോഗസ്ഥർ കേസ് കണക്കിന് മദ്യം ആവശ്യപ്പെടുന്നതായി ബാർ ഉടമകൾ പരാതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബാറുകളിൽ ബട്ടൺ ക്യാമറ സ്ഥാപിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ബാർ ഉടമകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പരസ്യ വിമർശനം. അത് ഇമ്പാസിബിളുമാണ്. ഞാൻ വളരെ കൃത്യമായ എൻഫോഴ്സ്മെന്റിൽ അഴിമതി രഹിതമാണ് എന്നുള്ളത് വീണ്ടും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നിരവധി ജില്ലകളിൽ നിന്നും പരാതി ലഭിക്കുന്നുണ്ട്. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ വിവാദം. കസ്റ്റഡി മർദ്ദനമാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ മരണം ഹെപ്പറ്റൈറ്റിസ് മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ DGPയോട് റിപ്പോർട്ട് തേടി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. സിയാദിനെ കസ്റ്റഡിയിലിരിക്കെ ക്രൂരമായി മർദ്ദിച്ചെന്നും വാരിയലിനെ പരിക്കേറ്റതാണ് മരണകാരണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. മർദ്ദനമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മരണം ഹെപ്പറ്റൈറ്റിസ് മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നും കുടുംബത്തിന്റെ പരാതിയിൽ DGPയോട് റിപ്പോർട്ട് തേടിയതായും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. DGPയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അദ്ദേഹത്തിന് ഹെപ്പറ്റൈറ്റിസ് C വന്നതാണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DGPയോട് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. SI അതുൽ, CPO ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം മരണകാരണം കസ്റ്റഡി മർദ്ദനമല്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. സിയാദിനെ വിട്ടയച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ലായിരുന്നെന്നും പിന്നീട് ചികിത്സ തേടിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹെപ്പറ്റൈറ്റിസ് പരാമർശിക്കുന്നുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നതിനിടെ മർദ്ദനം കണ്ടെന്ന ഒപ്പമുണ്ടായിരുന്ന പരാതിക്കാരിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. എവിടെ അടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജിത്ത് സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണിയായി. മോളെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ആരായിരുന്നു? ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് വണ്ടിക്കകത്ത് പോലീസുകാരൻ ആ സമയത്ത് വനിതാ പോലീസുകാരും കൂടെ വന്നിട്ടില്ല. ശ്രീജിത്ത് സാറും കൂടിയാ പറഞ്ഞേ കേറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിരുന്ന എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വണ്ടി അതുൽ സാർ യൂണിഫോമിലായിരുന്നു? അല്ല, കളറിലായിരുന്നു. അതുൽ സാറ്, ശ്രീജിത്ത് സാറ് യൂണിഫോമിലായിരുന്നു. അത് പറയുന്നത് അപ്പോഴും ചെയ്ത് പറയുന്നത് സേന വയ്യാന്നൊരു കാര്യം ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. സാർ അടിക്കുന്ന എന്തിനാണ് ആദ്യമേ ചോദിച്ചു ചെയ്യാതെ. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം റൂറൽ SP-യോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഓഗസ്റ്റ് 5 നടക്കുന്ന കമ്മീഷന്റെ സിറ്റിംഗിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭാൻ ഗിൽ നയിക്കുന്ന ടീമിൽ പരിക്കിൽ നിന്ന് മോചിതനായ രവീന്ദ്ര ജഡേജ തിരിച്ചെത്തി. സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ സരാൻഷ് ജെയിനും ഗുർനൂർ ബ്രാറുമാണ് പുതുമുഖങ്ങൾ. ഓഗസ്റ്റ് 15 മുതലാണ് ആദ്യ ടെസ്റ്റ്. ശുഭമാൻ ഗിൽ നയിക്കുന്ന ടീമിൽ നിരവധി മാറ്റങ്ങളുമായാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. 15 അംഗങ്ങൾ അടങ്ങിയ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 2026 IPL-നിടയിലേറ്റ പരിക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ഓൾറൗണ്ടർ ജഡേജയുടെ മടങ്ങിവരവ് ഇന്ത്യൻ സ്പിൻ നിരയ്ക്ക് വലിയ കരുത്താകും. സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ സരാൻഷ് ജെയിന് ആദ്യമായി ദേശീയ ടീമിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കിടെ ഹാംസ്ട്രിങ്ങിന് പരിക്കേറ്റ വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായിട്ടാണ് ഈ 33-കാരൻ ടീമിലെത്തിയത്. മധ്യപ്രദേശിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന സരാൻഷ് 54 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി 181 വിക്കറ്റുകളും 2223 റൺസും നേടിയിട്ടുണ്ട്. അടുത്തിടെ ശ്രീലങ്ക ടീമിനെതിരായ പരമ്പരയിൽ ഇന്ത്യ Aയ്ക്കായി പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സരാൻഷിന് തുണയായത്. KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. ബുംറയും സായി സുദർശനും ഫിറ്റ്നസ് ക്ലിയർ ലഭിച്ച ശേഷം പരമ്പരയുടെ ഭാഗമാകും. പരിക്കിനെ തുടർന്ന് നിതീഷ് റെഡ്ഡി, ഹർഷിത് റാണ എന്നിവരെ പരിഗണിച്ചില്ല. ഋഷഭ് പന്തും ധ്രുവ് ജുറലുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ. ടീമിലുള്ള മറ്റ് ടീം അംഗങ്ങൾ ഇങ്ങനെയാണ്: യശസ്വി ജയ്സ്വാൾ, കുൽദീപ് യാദവ്, മാനവ് സുധർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ദേവദത്ത് പടിക്കൽ എന്നിവരാണ്. ഓഗസ്റ്റ് 7 കൊളംബോയിൽ നടക്കുന്ന 4 ദിവസത്തെ പരിശീലന മത്സരത്തോടെയാണ് ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനം ആരംഭിക്കുക. തുടർന്ന് ഓഗസ്റ്റ് 15 മുതൽ 19 വരെ 1-ാം ടെസ്റ്റും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ 2-ാം ടെസ്റ്റും നടക്കും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.
അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഫ്രാൻസ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഇതിഹാസ താരം സിനദിൻ സിദാനെ നിയമിച്ചു. പരിശീലകനായിരുന്ന ദീരിയർ ദശാംസ് പടിയിറങ്ങിയതിന് പിന്നാലെയാണ് നിയമനം. 2030 വരെ നീളുന്ന ദീർഘകാല കരാറിലാണ് സിദാൻ പരിശീലകനായി എത്തുന്നത്. ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷനാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. യുവേഫ നാഷൻസ് ലീഗായിരിക്കും പരിശീലകനായുള്ള സിദാന്റെ ആദ്യ അരങ്ങേറ്റ മത്സരം. പിന്നാലെ 2028 യൂറോ യോഗ്യതാ മത്സരങ്ങളും ഉണ്ടാകും. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് ആദ്യമായി സ്വർണ്ണ മെഡൽ. വനിതകളുടെ സീറ്റഡ് ഷോട്ട് പുട്ട് ഇനത്തിൽ ഷർമിള ധങ്കറാണ് സ്വർണം നേടിയത്. ഇതേ ഇനത്തിൽ നൈജീരിയൻ താരം അയോഗ്യയാക്കപ്പെട്ടതോടെ ഇന്ത്യൻ താരം ശിൽപ ശൈല വെങ്കല മെഡലിന് അർഹയായി. പുരുഷന്മാരുടെ ഹൈജംപ് ഫൈനലിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ഗെയിംസിൽ പുരുഷന്മാരുടെ ഹൈജംപ് ഇനത്തിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് കുഷാരെ. പുരുഷന്മാരുടെ 79 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫൈനലിൽ വല്ലൂരി അജയബാബുവും വെള്ളി നേടി.